മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വളരെ സുരക്ഷിതമായ പ്രസ്ഥാനമാണ് BJP. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടാണ്. ആ നിലപാട് പാളിപ്പോയിട്ടിൽ മോദി മോഡൽ വികസനത്തിലൂടെ ഏത് സംസ്ഥാനത്തെയും ഏത് പ്രദേശത്തെയും മാറ്റിമറിക്കാൻ സാധിക്കും. അദ്ദേഹം വലിയ പരാജയമാണ്. LDF UDF നടത്തിയിട്ടുള്ള ഒരു വികസന വിരുദ്ധ കാഴ്ചപ്പാടാണ് കേരളത്തെ ഈ കോലത്തിലാക്കിയത്. അപ്പുറത്തുള്ള മുതിർന്ന നേതാക്കൾ BJPയിലേക്ക് വരും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി, നിങ്ങൾ എന്നെ BJPയുമാക്കി. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയുന്ന കേരളത്തിലെ അപൂർവം നേതാക്കൾ മാത്രമാണുള്ളത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ന് ക്വസ്റ്റ്യൻ അവറിലെ അതിഥി, കണ്ണൂരിൻ്റെ അത്ഭുതക്കുട്ടി. കന്നി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കണ്ണൂരിൽ എത്തിയപ്പോൾ AP അബ്ദുള്ളക്കുട്ടി തന്നെയാണ് പറഞ്ഞത് താൻ അത്ഭുതക്കുട്ടിയായി മാറുമെന്ന്. പിന്നീട് ഇങ്ങോട്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ അത്ഭുതക്കുട്ടി തന്നെയാണ് AP അബ്ദുള്ളക്കുട്ടി. ഒരിക്കൽ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം AP അബ്ദുള്ളക്കുട്ടിയെ ക്വസ്റ്റ്യൻ അവറിലേക്ക്. സ്വാഗതം. താങ്കൾ BJPയുടെ ഒരു ന്യൂനപക്ഷ മുഖമാണ്. നേരത്തെ മുക്താർ അബ്ബാസ് നഖ്വി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി കഴിയുന്നതോടുകൂടി അദ്ദേഹത്തെ മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് മുക്താർ അബ്ബാസ് നഖ്വിയെ കേൾക്കാനില്ല. നജ്മ ഹെപ്തുള്ള BJPയുടെ മറ്റൊരു വലിയ ന്യൂനപക്ഷ മുഖമുള്ള നേതാവായിരുന്നു. അപ്പോൾ അവരൊക്കെ മാറി ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടിയാണ് BJPയുടെ ഈ ന്യൂനപക്ഷ ഒരു മുഖം എന്ന് പറയുന്നത്. ഒരു ദേശീയ മുസ്ലിം എന്നുള്ള രീതിയിൽ താങ്കൾ അതിനോടൊപ്പം ഓരം ചേർന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തിൽ ഉടനീളം രാജ്യത്തുടനീളം പ്രസംഗിക്കുന്നു. ഒരു നരേന്ദ്രമോദിയുടെ ഒരു ഫാൻ, ഏറ്റവും വലിയ ഫാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് AP അബ്ദുള്ളക്കുട്ടിയായി മാറുന്നു. ഈ BJPയിൽ താങ്കളെ പോലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്ക് തുടർന്നും അങ്ങോട്ട് ഭാവിയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സത്യത്തിൽ ഇത് നേതാക്കളുടെ ഭാവിയുടെ പ്രശ്നമല്ല. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല. ഒരു അബ്ദുള്ളക്കുട്ടി മാത്രമല്ല, ഞങ്ങൾക്കിപ്പോൾ കാശ്മീരിൽ നിന്ന് ഗുലാം അലി എന്ന് പറയുന്ന ഒരു രാജ്യസഭാ മെമ്പർ പാർലമെൻറ്റിലുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയിൽ എൻ്റെ കൂടെ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റായി അലിഗഡ് സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട അൻസാരിജി നമ്മളെ കൂടിയുണ്ട്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വളരെ സുരക്ഷിതമായ പ്രസ്ഥാനമാണ് BJP എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു നയമാണ് നരേന്ദ്രമോദിയുടെ. നരേന്ദ്രമോദിയും BJPയും മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു നുണപ്രചരണമാണ്. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കഴിഞ്ഞ 10 കൊല്ലമായി പറയുന്നു BJPക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും, മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളറിയോ, ഇത് മുസ്ലിം നേതാക്കൾക്കുള്ള ഒരു സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ സാധാരണ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ് നിങ്ങൾ ആലോചിക്കണം. വളരെ ദയനീയമായിരുന്നു. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ, അത് ബംഗാളിലായാലും ബീഹാറിലായാലും വിശേഷിച്ച് UPയിലായാലും മുസ്ലിങ്ങളെ പൂർണ്ണമായി അവഗണിച്ചിരുന്നു. ഒരു താറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന എവിടെയാണോ അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങുക. ഒരു ഇലക്ട്രിസിറ്റി ലൈൻ ചെന്ന് അവസാനിക്കുന്നിടക്ക്, ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്നിടക്ക് അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി ഉണ്ടായിരുന്നത്. അതായിരുന്നു കോൺഗ്രസ് ഭരണത്തിൽ. മായാവതി, മുലായം സിംഗ് ഒക്കെ കമ്മ്യൂണിസ്റ്റ് ബംഗാളിലെ ഭരണം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ യോഗി മോദി ടീം വന്നിട്ട് അവിടെ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ കോളനിയിലേക്ക് റോഡ്, കുടിവെള്ളം, ടോയ്ലറ്റ്, ഗ്യാസ് കണക്ഷൻ, ഇങ്ങനെ എല്ലാം കിട്ടി. അതുകൊണ്ടാണ് UPയിലെ മുസ്ലിങ്ങൾക്ക് 75% ജനസംഖ്യയുള്ള പ്രദേശത്ത് പോലും BJP നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം നടത്തിയത്. അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി പഠിക്കാൻ വേണ്ടി സച്ചാർ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. താങ്കൾ CPMൽ പ്രവർത്തിക്കുമ്പോഴും കോൺഗ്രസിൽ പ്രവർത്തിച്ചപ്പോഴുമൊക്കെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും
പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് പാർട്ടികളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ BJPയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ എടുത്ത ആ തീരുമാനം ശരിയാണ് എന്ന് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? 1.5 പതിറ്റാണ്ട് മുമ്പാണ് ഗുജറാത്തിനെ കണ്ടുപഠിക്കൂ, നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കൂ എന്ന് ഈ കേരളത്തോട് ഞാൻ പറഞ്ഞത്. അന്നത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലം അക്രമസമരങ്ങളും കൊലപാതക രാഷ്ട്രീയവും ഹർത്താലും ബന്ധും കൊണ്ട് കേരളത്തിലെ വ്യവസായ മേഖല ആകെ മരവിച്ച് നിൽക്കുന്നു. പലതും പൂട്ടിപ്പോകുന്നു, പലരും പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടുന്നു. കേരളം കടക്കണിയിലേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല തകരുന്നു, വ്യവസായ മേഖല പ്രതിസന്ധിയിലാവുന്നു. ചെറുപ്പക്കാർ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നു, ഇന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് പോലെ. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ വികസന നയത്തിൽ ഒരു മാറ്റം വേണമെന്നുള്ള ശക്തമായ വാദം ഉന്നയിക്കുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെത്ര ശരിയാണ്. ഇന്ന് എല്ലാവരും, അത് LDF ആയാലും UDF ആയാലും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരായാലും ഒരുപോലെ അംഗീകരിക്കുന്നു ഒരു ഗുജറാത്ത് മോഡൽ വികസനം അല്ലെങ്കിൽ ഒരു മോദി മോഡൽ വികസനത്തിലൂടെ ഏത് സംസ്ഥാനത്തെയും ഏത് പ്രദേശത്തെയും മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് വളരെ സുവ്യക്തമാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം അത് നമ്മെ കുറേ കൂടി അടിവരയിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. എനിക്കിപ്പോഴും പറയാനുള്ളത്, ഞാൻ അന്ന് പറഞ്ഞത് രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നു. അത് കൂടുതൽ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടായി ഇന്ന് മാറുന്നു. ആ ആശയത്തോട് ആളുകൾ കൂടുതൽ അടുത്ത് വരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ പല സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ ഫാൻസിൻ്റെ എണ്ണം കൂടുന്നെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് കണ്ണൂർ വിഷൻ്റെ ഈ ചോദ്യത്തിനോട് പ്രതികരിക്കാൻ. ഏതായാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടാണ്. ആ നിലപാട് പാളിപ്പോയിട്ടില്ല, അത് ശരിയാണ് എന്നുള്ള ഒരു അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവറിന് മുന്നിൽ ഇരിക്കുന്നത്. ഈ നമ്മൾ താങ്കൾ സൂചിപ്പിച്ചത് കൊണ്ട് ചോദിക്കട്ടെ, CPM-ലൊക്കെ പ്രവർത്തിച്ച ആ ഘട്ടത്തിൽ ആ സമയത്ത് വലിയ തോതിൽ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനം എടുത്തിരുന്നു ആ സമയത്ത് തന്നെ? രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സംബന്ധിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും പാർട്ടിക്കകത്ത് ചർച്ച സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഇവിടെ ഇപ്പം സമാധാനത്തിലേക്ക് വന്നതുകൊണ്ട് ഒരു പഴയ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഹർത്താൽ, ബന്ദ്, നോക്കുകൂലി എന്നൊക്കെ മെല്ലെ മാറാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പം കേരളം ഇന്ന് കാണുന്ന കടക്കെണിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം ഇന്നത്തെ ദൂർത്തും മാത്രമല്ല, LDF-ഉം UDF-ഉം നടത്തിയിട്ടുള്ള ഒരു വികസന വിരുദ്ധ കാഴ്ചപ്പാടാണ് കേരളത്തെ ഈ കോലത്തിലാക്കിയത്. അതുകൊണ്ട് നമ്മൾ ഈ ബസ്സിന് കല്ലെറിയുന്നത്, പിക്കറ്റിങ്, അക്രമം, കൊലപാതകം, കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം, ഇതിൻ്റെയൊക്കെ കാലാസ്തമിച്ചിരിക്കുന്ന ഒരു പുതിയ ജനറേഷൻ മുമ്പിലാണ്. CPM-ന് ഇത് ബോധ്യമായി തുടങ്ങിയോ? അതുകൊണ്ടാണോ ഇപ്പോൾ സമാധാനത്തിന്റെ ഒരു കാരണം എന്താണ്? CPM-ന് ബോധ്യപ്പെട്ടു, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. താങ്കളുടെ ഒരു പഴയ സഖാവാണ് പിണറായി. താങ്കളെ കണ്ടാൽ ചിരിക്കാറുണ്ടോ? നമ്മൾ കാണാറില്ല ഇപ്പോൾ കുറേ കാലമായിട്ട്. ഭാഗ്യത്തിന് അങ്ങനെ ഒരു മുഖം തിരിഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. CPM-ലും ഈ താങ്കൾ കോൺഗ്രസിലുമൊക്കെ പ്രവർത്തിച്ചു. കാണുമ്പോൾ ഒരു മുൻ പരിചയം പോലും കാണാത്ത രീതിയിൽ ഇതുപോലെ കണ്ടാൽ ഒന്ന് മുഖം തിരിഞ്ഞു നടക്കുന്ന നേതാക്കളുണ്ടോ? ഇല്ല, അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. ജയരാജന്മാരിൽ ഒരാൾ, ആളെ പേര് ഞാൻ പറയുന്നില്ല, പഴയ SFIക്കാരും നേതാക്കളും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദം ഞാൻ സൂക്ഷിക്കുന്ന ആളാണ്. ഇവർ കണ്ടാലൊക്കെ മിണ്ടാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. കേരളത്തെ വലിയ തോതിൽ ഒരു തീവ്രവാദികളുടെ നാടായി ചിത്രീകരിക്കുകയാണ്. പുറത്ത്, സംസ്ഥാനത്തിന് പുറത്ത്
കേരളമാണ് തീവ്രവാദികളുടെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രം എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നു, സിനിമ വരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ അവരുടെ ഹാൻഡിലുകളൊക്കെ വരുന്നത് കേരളം ഒരു തീവ്രവാദികളുടെ നാട് എന്നുള്ള രീതിയിലാണ്. ബ്ലഡി കണ്ണൂർ എന്ന് ഒരു ഗവർണർ പറയുന്നു. സങ്കടം തോന്നുന്നുണ്ടോ കേരളത്തിൽ ജീവിക്കുന്ന, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ നേതാവ് ഇതൊക്കെ കേൾക്കുമ്പോൾ? നമുക്കറിയാം കേരളം ഇങ്ങനെയൊന്നുമല്ല എന്ന്. കേരളത്തിലെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് സഖാവ് അച്യുതാനന്ദനായിരുന്നു. ഈ കേരളത്തെ ഒരു 10-20 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഇവിടെ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേരളത്തിൽ പറഞ്ഞത് സഖാവ് അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ നമ്മളാരും ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് ഈ കണ്ണൂരിലെ സിറ്റിയിൽ നിന്ന് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കാശ്മീർ അതിർത്തിയിൽ പോകുന്നു, പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അവിടുന്ന് നമ്മുടെ പട്ടാളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മരിക്കുന്നു. അവനെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ പറഞ്ഞു, ആ ദേശദ്രോഹിയുടെ മയ്യത്ത് എനിക്ക് കാണണ്ട. ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, ഇങ്ങനെയുള്ള ഉമ്മമാരുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട്, ആ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് BJP RSS പ്രവർത്തകർ അവർ കൊന്നൊടക്കി. അവരുടെ പ്രസംഗങ്ങൾ നിങ്ങളുടെ ചാനലിലുണ്ടല്ലോ. അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട് എന്ന് കൊച്ചുകുട്ടികളെ കൊണ്ട് വിദ്വേഷത്തിൻ്റെ മുദ്രാവാക്യം വിളിപ്പിച്ചത് ആരാണ്? ഇവിടുത്തെ മുസ്ലിം ലീഗിനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ കോൺഗ്രസിനും ഒക്കെ അഭിപ്രായം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി എന്നാണ്. എന്തുകൊണ്ടാണ്? എന്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രത്യയശാസ്ത്രം? മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കാഫ്രീങ്ങളാണ്, അവരെ ജിഹാദിലൂടെ കൊന്ന സ്വർഗം കിട്ടും. ഇതല്ലേ അവരുടെ പ്രസംഗിച്ചത്, അവരുടെ പ്രചരിപ്പിച്ചത്, അവരുടെ ലഘുലേഖ അങ്ങനെയല്ലേ? അവസാനം ആണൊരുത്തൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വേണ്ടി വന്നു, അവരെ നിരോധിച്ചു. ഇപ്പം എല്ലാം കെട്ടടങ്ങിയില്ലേ? അവരെല്ലാം ഇവിടുന്ന് പൊക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിട്ടോടുകൂടി കെട്ടടങ്ങി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കേരളം ക്ലീനായി. ഇവിടുത്തെ ഇപ്പം കേരളം ക്ലീനായി. ഇപ്പം കേരളത്തിൽ അങ്ങനെ ഒരു തീവ്രവാദ ബന്ധത്തിലേക്ക് പോകുന്ന അവസ്ഥ. കേരളത്തെ സത്യത്തിൽ രക്ഷിക്കാൻ അച്യുതാനന്ദൻ കൊളുത്തിവിട്ട തീപ്പന്തം അമിത്ഷാജി ഏറ്റെടുത്ത് കേരളത്തെ ക്ലീനാക്കി. കേരളത്തിൽ ഇപ്പോൾ തീവ്രവാദം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഗവർണർ പറഞ്ഞത്? ഗവർണർ പറഞ്ഞത് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. കണ്ണൂരും കേരളവും ഒക്കെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന നല്ല പ്രദേശമാണ്. ഈ നാട്ടിൻ്റെ രാഷ്ട്രീയമാണ് ഈ നാട്ടിനെ തകർത്തത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കണ്ണൂരിനെ കേരളത്തെ ലോകോത്തര ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, ഒരു IT കേന്ദ്രമാക്കി, ഒരു ഹൈടെക് കാർഷിക കേന്ദ്രമാക്കി ഈ കേരളത്തെ മാറ്റാൻ പറ്റുന്ന ഒരു വികസന രാഷ്ട്രീയമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. ഈ കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കും. കേരളത്തെ ഒരു ഇന്ത്യ 1947 വികസിത രാഷ്ട്രമാകുമ്പോൾ അതിനൊപ്പം ഈ കേരളത്തിനും ഒരു വലിയ റോള് വഹിക്കാനുണ്ടാവും. ആ രാഷ്ട്രീയം വരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം കേരളം വരണം. അതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തുമെന്നാണ് എനിക്ക് കണ്ണൂർ വിഷ്ണുവോട് ഈ ക്വസ്റ്റ്യൻ ഓവറിൽ പറയാനുള്ളത്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം മാറ്റണമെങ്കിൽ ഇപ്പോഴത്തെ BJPയുടെ ഇപ്പോഴത്തെ ഈ നേതൃത്വം കൊണ്ട് കഴിയുമോ? ഒരു കൂടുതൽ നേതാക്കൾ മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ വന്നാൽ മാത്രമേ ഇത് നടപ്പാകൂ എന്ന് കേന്ദ്ര നേതൃത്വം തന്നെ വിലയിരുത്തിയതായി കേട്ടിട്ടുണ്ട്. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് മേജർ രവി, അതുപോലെ തന്നെ നമ്മുടെ രഘുനാഥ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ വരും. നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അപ്പുറത്തുള്ള മുതിർന്ന നേതാക്കൾ BJPയിലേക്ക് വരും. ആളുകളുടെ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. 2024 കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരും. നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ ആസാമിലെ മുഖ്യമന്ത്രി
കോൺഗ്രസ് നേതാവായിരുന്നു. ഞങ്ങളുടെ ത്രിപുരയിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും മാധവറാവ് സിന്ധ്യയുടെ മകൻ കേന്ദ്രമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ്സിലെ ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഒരുപാട് നല്ല കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നല്ല നേതാക്കളും ഞങ്ങളുടെ കൂടെ വരും. കേരളത്തിലെ 2 മുന്നണിയിലെയും നല്ല ജനപ്രിയരായ നേതാക്കൾ ഞങ്ങളെ കൂടെ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ ഉടനെ കേൾക്കാൻ പോകും. ഈ താങ്കൾ CPM നിന്ന് പോയപ്പോൾ താങ്കളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച നേതാവാണ് K. സുധാകരൻ. K. സുധാകരനുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? K. സുധാകരൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവാണ്. K. സുധാകരൻ കണ്ണൂരിലെ പാർലമെൻറ്റ് മെമ്പറാണ്. പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ സുധാകരൻ എത്ര മാർക്ക് കൊടുക്കും? പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹവുമായി കണ്ണൂരിലെ വികസന പ്രശ്നങ്ങളിലെല്ലാം പലതവണ ഞാൻ BJPയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മാസ് പുള്ളറായിട്ടുള്ള വലിയ നേതാവൊക്കെയാണ്. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ, വിശേഷിച്ച് MP എന്ന നിലയിൽ അദ്ദേഹം വലിയ പരാജയമാണ് എന്ന് പറയുന്നതിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അദ്ദേഹത്തിന് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഒരു കാര്യം ഓർക്കണം. അദ്ദേഹം ഭാവിയിൽ നിങ്ങളെ ഒപ്പം വരാൻ വന്നാൽ അദ്ദേഹത്തെ വീണ്ടും നിങ്ങൾ മത്സരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ജനപ്രതിനിധിയാണ്. തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയാണെങ്കിൽ ഒരു പാസ് മാർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ കണ്ണൂരിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇപ്പോൾ എല്ലാവരും പറയും കണ്ണൂർ എയർപോർട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാത്തതുകൊണ്ടാണ് വിമാനങ്ങളൊന്നും വരാത്തതെന്ന് പറയും. സത്യത്തിൽ അതല്ല വിഷയം. ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഈ വികസന മുന്നേറ്റത്തിൻ്റെ ഫലമായി എയർപോർട്ടുകളുടെ എണ്ണം കൂടി 74 എയർപോർട്ട് ഇപ്പോൾ 135 എയർപോർട്ടായി. അവസാനത്തേത് നമ്മുടെ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. മോദി വരുമ്പോൾ ഒരു 450 വിമാനങ്ങളുണ്ടായി. ഇപ്പോൾ 850 വിമാനങ്ങളായി. വിമാനങ്ങളിൽ ഷോർട്ടേജ്. ഇപ്പോൾ 1000 പുതിയ വിമാനങ്ങൾക്ക് ഇൻഡിഗോയും എയർ ഇന്ത്യയും ബുക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കണ്ണൂർ എയർപോർട്ട്, എല്ലാ എയർപോർട്ടും ഗൾഫ് സെക്ടർ കൊണ്ട് മാത്രമല്ല നിൽക്കുന്നത്. ഡൊമസ്റ്റിക് യാത്രക്കാർ കൂടുതൽ വേണം. നിങ്ങൾ മംഗലാപുരത്തേക്ക് പോകും, 4 വിമാനങ്ങൾ ബാംഗ്ലൂരേക്ക് പോകും, 4 വിമാനങ്ങൾ മുംബൈയിലേക്ക് പോകും, ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡെയിലി ഉണ്ട്. ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണൂർ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ഇല്ലാത്തതെന്തുകൊണ്ടാണ്? ഇവിടുത്തെ വ്യവസായം എല്ലാം തരിപ്പണമായിരിക്കുന്നു. സുധാകരൻ MP എന്ന നിലയിൽ ഇവിടുത്തെ കൈത്തറി 2.5 ലക്ഷം ആളുകൾ ജോലി ചെയ്ത മേഖലയാണ്. ഇപ്പോൾ 2400 ആളെ ജോലി ചെയ്യുന്നത്. 100 കണക്കിന് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കണ്ണൂരിൻ്റെ കൈത്തറിയുടെ നാട് എന്ന നിലയിൽ, പിറകളുടെയും തറകളുടെയും നാട് എന്ന നിലയിൽ, തളിപ്പറമ്പ് നാടുകാണിയിൽ 25 കോടിയുടെ ടെക്സ്റ്റൈൽ പാർക്ക് ഉൾപ്പെടെ ഉള്ളതിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു തുടർച്ചയുണ്ടാക്കാൻ നമുക്ക് സാധിച്ചോ? നിങ്ങൾ നോക്കൂ, കണ്ണൂർ എയർപോർട്ട്, ഇവിടുത്തെ വ്യാവസായിക മേഖല മുഴുവൻ തരിപ്പണമായി. അത് സുധാകരന് മാത്രമല്ല, പിണറായിക്കും സുധാകരന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ പങ്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം തുടങ്ങി, അവിടെ പണി തുടങ്ങി. വടകരയിൽ തുടങ്ങി, കോഴിക്കോട്ട് തുടങ്ങിയിരിക്കുന്നു. എല്ലാ സ്ഥലത്തും പ്രവർത്തനം. എന്താ കണ്ണൂർ ഫണ്ട് കൊടുത്തിട്ടും തുടങ്ങാത്തതെന്തുകൊണ്ടാണ്? തുടങ്ങാത്തതിന് കാരണം ആരാണ്? സുധാകരനും അതുപോലെ തന്നെ ഇവിടുത്തെ ശിവദാസൻ എന്ന് പറഞ്ഞ MP അതായരാണ്. ഞാനിവിടെ MP ആയിരിക്കുമ്പോഴാണ് ഇവിടെ വികസന പ്രവർത്തനം 4ാമത്തെ പ്ലാറ്റ്ഫോമൊക്കെ വരാതിന് തടസ്സം തന്നത്. IOCയുടെ പെട്രോൾ ബങ്കിൻ്റെ പൈപ്പ് ലൈനൊക്കെ അതിലേ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം.
ഈ പെട്രോൾ സംഭരണ കേന്ദ്രം ഇവിടുന്ന് മാറ്റണം. ഇത് ജനവാസ കേന്ദ്രമാണ്. ഒരു കാരണവശാലും ഇതിവിടെ ഉണ്ടാകാൻ പാടില്ല. വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിവിടുന്ന് മാറ്റണം എന്ന് ശക്തമായി ബാധിച്ച് എഴുത്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1-2 ടാങ്ക് മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ഈ പൈപ്പ് ലൈനിലൊക്കെ ഊരിക്കൊണ്ടുപോകാൻ പറ്റും. സുധാകരനും ശിവദാസനും ഇവിടുത്തെ ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ കൂടി പോയിട്ട് അവിടെ ഇടപെടുക, അത് ലേറ്റാക്കുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നഗരഹൃദയത്തിൽ വലിയൊരു സ്ഥാപനമാണ്. കാരണം ഒരു 54 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നല്ലൊരു ശതമാനം വേക്കൻറ്റ് ലാൻഡായി കിടക്കുകയാണ്. കണ്ണൂർ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പറ്റും. ഇവിടുത്തെ കോർപ്പറേഷനും ഈ MP ഒക്കെ സഹകരിച്ച് അവർ രണ്ടാളും ഭരിക്കുന്നതാണ്. കണ്ണൂരിനെ മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷേ അവരൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഒരു പാസ് മാർക്കിന് അർഹതയുള്ള ഒരാളാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് നിങ്ങളോട് പ്രതികരിക്കാം. താങ്കൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ഈ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി താങ്കൾ എത്തിയപ്പോൾ വലിയ പരിഷ്കാരങ്ങളും വരുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വകാര്യ ഹജ്ജ് കോട്ട വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വകാര്യ ഹജ്ജ് കമ്പനികളുടെ കണ്ണിലെ കരടാണ് AP അബ്ദുള്ളക്കുട്ടി. നമ്മൾ മറ്റ് മേഖലകളിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ റെയിൽവേ ആയാലും നമ്മുടെ തുറമുഖമായാലും വ്യോമയാന മേഖലയായാലും എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം നടക്കുകയാണ്. പക്ഷേ താങ്കൾ വന്നപ്പോൾ സ്വകാര്യ കോട്ടകൾ അങ്ങ് വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമായി പോയോ അത്? ഒരിക്കലുമല്ല. സത്യത്തിൽ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ഹാജിമാർക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്നോട് സ്വകാര്യ ഏജൻസികൾ പൊറുക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് കഴിഞ്ഞ വർഷം 1.25 ലക്ഷം ആളുകളാണ് ഹജ്ജിന് പോയത്. അതിൽ 80% ഞങ്ങൾ കൊണ്ടുപോയി, 20% സ്വകാര്യ മേഖല കൊടുത്തു. പണ്ട് 30% ഞങ്ങൾ ആലോചിച്ചിട്ട് 30% 20% വെട്ടിക്കുറച്ചു. സ്വകാര്യ ഏജൻസിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ സത്യം, ഞങ്ങൾ 4 ലക്ഷം റുപ്യക്കാണ് ഹജ്ജിന് കൊണ്ടുവന്നത്. അവർ 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. അപ്പം ഞങ്ങൾ 10% അവരുടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുത്തപ്പോൾ അത്രയും പെർസെൻറ്റേജ് സാധാരണക്കാർക്ക് 4 ലക്ഷത്തിൽ താഴെ രൂപക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചു. അപ്പോൾ ഈ തീവെട്ടിക്കൊള്ള അനുവദിക്കാൻ സാധിക്കില്ല. ശരിയാണ്, സ്വകാര്യ മേഖലയ്ക്ക് ഞങ്ങൾ എതിരല്ല. എല്ലാ മേഖലയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓരോ സെക്ടറിലും സ്വകാര്യ സർവീസ് നിങ്ങൾ പരിശോധിക്കണം. സ്വകാര്യ മേഖല വന്നപ്പോൾ പൊതുമേഖലയെക്കാളും നല്ല സർവീസും ബെസ്റ്റ് ആൻഡ് ചീപ്പ് സർവീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ മൊബൈൽ ഫോണ് BSNLൻ്റെ മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്ന കാലത്ത് ഒരു മാസം 2000 രൂപ ഉപയോഗിച്ച ആളാണ് ഞാൻ. ഇപ്പം 3 സിം ഞാൻ ഉപയോഗിക്കുന്നു. ഒരു ഫോൺ 2 സിം ഉണ്ട്. എല്ലാം കൂടി 1000 റുപ്യയിൽ താഴെയാവുന്നുള്ളൂ ഒരു മാസം. അപ്പോൾ മെച്ചപ്പെട്ട സർവീസും കിട്ടി. നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള വിലയിലാണ് ഇപ്പോൾ അത് നടക്കുന്നത്. അതാണ് സ്വകാര്യ മേഖല വന്നപ്പം ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളത്. ഹജ്ജ് രംഗത്ത് എല്ലാ വർഷവും സ്വകാര്യ മേഖലയുടെ കാശ് കൂടിക്കൂടി വരികയാണ്. ഞങ്ങളവിടെ പരിശോധിച്ചു. സർവീസൊന്നും നമ്മളെ പോലെ തന്നെയാണ്, വലിയ മെച്ചമൊന്നുമല്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വേണം പറയാം. എന്തായാലും AP അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഈ ക്വസ്റ്റ്യൻ അവറിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നൽകി. അദ്ദേഹം ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേരളവും മാറും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് AP അബ്ദുള്ളക്കുട്ടി. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എല്ലാം തന്നെ ബംഗാളിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ത്രിപുരയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലും സംഭവിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കും എന്ന് ഇത്രയും ഉറക്കെ ഒരുപക്ഷെ ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് BJPയുടെ ഒരു നേതാവും പറഞ്ഞിട്ടുണ്ടാകില്ല. എന്തായാലും തൃശൂർ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തൃശൂർ പിടിക്കും എന്ന് BJP പറയുന്നു. തിരുവനന്തപുരം അവർക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. എന്തായാലും അക്കൗണ്ട് തുറക്കും എന്ന് BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പലരും ഞെട്ടിക്കുന്ന രീതിയിൽ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നൊരു സൂചന കൂടി AP അബ്ദുള്ളക്കുട്ടി നൽകുകയാണ്. നമുക്ക് കാത്തിരിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ
വന്നിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം. AP അബ്ദുള്ളക്കുട്ടിയുടെ വിശ്വാസം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ക്വസ്റ്റ്യൻ അവറിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് BJPയുടെ ദേശീയ ഉപാധ്യക്ഷന്, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാന് AP അബ്ദുള്ളക്കുട്ടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.